പാചകവാതക വില വർധനവിനെതിരായ സമരം കോതമംഗലം താലൂക്കിൽ പൂർണ്ണമായിരുന്നു. ഹോട്ടലുകളും ബേക്കറികളും അടച്ചിട്ടുള്ള സമരം പൊതുജനങ്ങളെ വലച്ചു. ദീർഘദൂര യാത്രക്കാരുൾപ്പെടെ ഭക്ഷണപാനീയങ്ങൾ കിട്ടാതെ ദുരിതത്തിലായി. ഹോട്ടലുകാരുടെ സമരം ന്യായമാണെന്നും പലരും പ്രതികരിച്ചു. പാചകവാതകത്തിന്റെ വില കുത്തനെ വർദ്ധിപ്പിച്ച നടപടിക്കെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് സംസ്ഥാന വ്യാപകമായി പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഒരു സിലിണ്ടറിന് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഹോട്ടലുകളുടെ പ്രവർത്തന ചെലവ് വലിയ തോതിൽ വർദ്ധിക്കാനും ഇത് കാരണമായി. ഈ സാഹചര്യത്തിലാണ് സമരം പ്രഖ്യാപിച്ചത്. കോതമംഗലം താലൂക്കിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബേക്കറികളും അടഞ്ഞുകിടന്നു. ദീർഘദൂര യാത്രക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി വീടുകളിൽ നിന്ന് മറ്റിടങ്ങളിലെത്തിയവരും ഭക്ഷണപാനീയങ്ങൾ ലഭിക്കാതെ ദുരിതത്തിലായി. വിവിധ വിഭാഗങ്ങളിലെ തൊഴിലാളികൾ, ബസ് ജീവനക്കാർ തുടങ്ങിയവരും ബുദ്ധിമുട്ട് നേരിട്ടു. വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല, ഒരു സാധനം കഴിക്കാൻ പറ്റുന്നില്ല. രാവിലെ ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് പ്രഷർ ഷുഗറൊക്കെ ഉള്ള ആളാണ്, അങ്ങനെ അതൊന്നും ചോദിച്ചുകൊണ്ട് നിൽക്കുകയില്ല. ഹോട്ടലുകൾ അടഞ്ഞുകിടന്നപ്പോൾ ആശുപത്രികളിലെ ക്യാൻറ്റീനുകൾ പ്രവർത്തിച്ചത് നിരവധി പേർക്ക് ആശ്വാസമായി. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമൊപ്പം ടൗണിലെത്തിയ മറ്റുള്ളവർക്കും ക്യാൻറ്റീനുകളെ ആശ്രയിക്കാൻ കഴിഞ്ഞു. അതേസമയം സമരം മൂലമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നവരും ഹോട്ടലുകാരുടെ സമരം ന്യായമാണെന്ന് അഭിപ്രായപ്പെട്ടു. പാചകവാതക വിലയിലെ വർധനവ് അമിതമാണെന്നായിരുന്നു പൊതു അഭിപ്രായം. ഹോട്ടലടച്ചിട്ട് സാധാരണക്കാർക്ക് എന്തെങ്കിലും ആവശ്യം തോന്നി കഴിഞ്ഞാൽ ചായ കുടിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പറഞ്ഞ ഹോട്ടലിൽ ഗ്യാസിൻ്റെ വില 50% വർദ്ധിച്ചു തന്നെ അതൊരു അവരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രണ്ടുപേർക്കും, അതായത് ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് ഹോട്ടലുകൾക്കും ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ആവശ്യം പരിഹരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിന്ന് സമരം ചെയ്യണേ. ഏതായാലും GTV ന്യൂസ്, കോതമംഗലം.